ETV ഭാരത് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. 400 സീറ്റുകൾ നേടാൻ നരേന്ദ്രമോദി രാജ്യത്തെ ചില കോടീശ്വരന്മാരുമായി മാച്ച് ഫിക്സിംഗ് നടത്തുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. സംസ്ഥാനങ്ങളെയും പ്രതിപക്ഷത്തെയും തകർക്കാൻ ശ്രമമെന്നും വിമർശനം. ഇന്ത്യ മുന്നണിയുടെ ശക്തി പ്രകടനമായി ഡൽഹി റാലി. സർക്കാർ ചതിച്ചുവെന്നും CBI അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്നും സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ്. ക്ലിഫ് ഹൌസിന് മുന്നിൽ സമരം നടത്തുമെന്നും മുന്നറിയിപ്പ്. പൂക്കോട് വെറ്റിനറി കോളേജിൽ സസ്പെൻഷനിലായ വിദ്യാർത്ഥികളെ കുറ്റവിമുക്തരാക്കാൻ ഇടപെട്ട VCയുടെ പ്രൈവറ്റ് സെക്രട്ടറി K. ഷീബയെ തൽസ്ഥാനത്തു നിന്നും നീക്കി. നടപടി സ്വീകരിച്ചത് പുതുതായി ചുമതലയേറ്റെടുത്ത VC ഡോക്ടർ KS അനിൽ. മുഹമ്മദ് റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ വെറുതെ വിട്ട ജില്ലാ പ്രിൻസിപ്പൽ സെഷൻ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ സർക്കാർ. വൈകാതെ ഹർജി നൽകാൻ IG-ക്ക് നിർദ്ദേശം. ആക്രമണകാരികളായ 23 ഇനം നായകളുടെ വിൽപ്പനയും പ്രജനനവും നിരോധിച്ചുള്ള കേന്ദ്ര സർക്കാർ ഉത്തരവിന് ഹൈക്കോടതിയുടെ ഭാഗിക സ്റ്റേ. ഇറക്കുമതിയടക്കമുള്ള നിരോധനം തുടരും. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപം 3 കടകൾക്ക് തീപിടിച്ചു. അഗ്നിബാധ സ്വകാര്യ ബസ് സ്റ്റാൻഡിലെ 3 കടകളിൽ. എയർ കണ്ടീഷണർ പൊട്ടിത്തെറിച്ചുണ്ടായ തീപിടുത്തത്തിൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 4 പേർക്ക് ദാരുണാന്ത്യം. സംഭവം ഗുജറാത്തിലെ ദേവഭൂമി ദ്വാരക ജില്ലയിൽ. മോസ്കോയിലെ ക്രോക്കസ് സിറ്റി ഹാളിൽ സംഗീത നിശയ്ക്കിടെ ഉണ്ടായ ഭീകരാക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 144 ജീവഹാനിയുണ്ടായവരിൽ 5 കുട്ടികളും. നിരവധി മൃതദേഹങ്ങൾ തിരിച്ചറിയാനുണ്ടെന്ന് അധികൃതർ. കൊടിയത്തൂർ പഞ്ചായത്തിൽ 13-കാരന് ജപ്പാൻ ജ്വരം സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ പ്രവർത്തകർ. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ഓർമ്മ പുതുക്കി ഈസ്റ്റർ നിറവിൽ ക്രൈസ്തവ വിശ്വാസികൾ. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും. കൂടുതൽ വാർത്തകൾക്കായി ETVBharat.com സന്ദർശിക്കുക.